ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്ദർസു സാദിസ് അഷ്റ 16ാമത്തെ പാഠം ഹരീതത്തുൽ മദ്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ മദ്ദുകളെയും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന ഒരു പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ മദ്. മദ്ദുകൾ രണ്ട് വിധം, അസ്ലി, ഫർഈ. മദ്ദുകൾ രണ്ട് വിധം, അസ്ലി, ഫർഈ. അസ്ലിയായ മദ് മുത്തതരിഫ്, വഖഫ് കാരണം വരുന്നത് മുത്തതരിഫ്. അപ്പോൾ മനസ്സിലാക്കാം. ഫർഈയായ മദ് അഞ്ചിനാണ്. ഫർഈയായ മദ് അഞ്ചിനം: മുത്തസില്, മുൻഫസില്, ലാസിം, ആരിള്, ലീന്. അങ്ങനെ ഫർഈയിൽ 5 ഇനങ്ങൾ. ഇനി ലാസിമിൽ തന്നെ മറ്റു 2 ഇനമുണ്ട്: ലാസിം ഹർഫി, ലാസിം കലമി. ലാസിം ഹർഫി, ലാസിം കലിമി. അപ്പോൾ അത് മനസ്സിലാക്കുക. മദ്ദുകളെ കുറിച്ചൊക്കെ എഴുതാൻ വന്നാൽ ഇത്രയും കാര്യങ്ങൾ എഴുതണം ഓർഡറിൽ. അസ്ലിയായ മദ് തന്നെയാണ് മുത്തതരിഫ്, വഖഫ് കാരണം വരുന്നതാണ്, അത് മനസ്സിലാക്കുക. ഇനി ആ മദ്ദുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഒന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. ഇവിടെ നക്റവ് നഫ്മു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കാം. എന്താണ് മദ്ദുൽ അസ്ലി? മദ്ദക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് മദ്ദുൽ അസ്ലി എന്ന് പറയുന്നത്. മദ്ദക്ഷരം ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിന്. ഉദാഹരണം നോക്കൂ: കാന യക്കൂലു കബീറുൻ. കാ അലിഫ്, യക്കൂ വാവ്, കബീ യാ. മദ്ദക്ഷരങ്ങൾ 3 അലിഫ്, വാവ്, യാ. ഫത്ഹയെ നീട്ടാൻ അലിഫും, ലൊമ്മയെ നീട്ടാൻ വാവും, കസ്രയെ നീട്ടാൻ യാവും. അപ്പം അത് മനസ്സിലാക്കുക. അലിഫ് കൊണ്ട് നീട്ടുന്നതും, വാവ് കൊണ്ട് നീട്ടുന്നതും, യാ കൊണ്ട് നീട്ടുന്നതും ആ അക്ഷരത്തെ ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രം നീട്ടുന്നതിനാണ് അസ്ലി എന്ന് പറയുന്നത്, മനസ്സിലാക്കുക. അടുത്തെന്താണ് മദ്ദുൽ മുത്തതരിഫ്. അതുപോലെ തന്നെയാണ് കലിമത്തുകളുടെ അറ്റത്ത് വരുന്ന മദ്ദാണ്, അതായത് വഖഫ് ചെയ്യുമ്പോൾ വരുന്ന മദ്ദാണ് മദ്ദുൽ മുത്തതരിഫ്. ഉദാഹരണം: സിൽസാലഹ വഅ്ബുദു ലിനഫ്സി. വഖഫിൻ്റെ അടയാളം വരുന്ന അവിടെ വന്ന മദ്ദുകൾ അലിഫ്, വാവ്, യാ, മനസ്സിലാക്കുക. ഇനി ഫർഈയിൽ 5 ഇനങ്ങൾ: മുത്തസിൽ എന്താണ്? മദ്ദക്ഷരത്തിൻ്റെ ഉടനെ അതേ കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ്. മദ്ദക്ഷരത്തിൻ്റെ ഉടനെ അതേ കലിമത്തിൽ ഹംസ വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ്. ഉദാഹരണം: ഷിഫാഉൻ. ഫാ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ഹംസ അതേ കലിമത്തിൽ വന്നു. ഹതീആതിഹും. മനസ്സിലാക്കുക. തീ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു. ഹതിയാതിക്കും. മനസ്സിലാക്കുക. സൂഇൻ. മനസ്സിലായില്ലേ? ഇവിടെ അലിഫ് വന്നു, ഇവിടെ യാ വന്നു, ഇവിടെ വാവ് വന്നു. അങ്ങനെ വരും മദ്ദക്ഷരവും ഹംസയും ഒരേ കലിമത്തിൽ. അതാണ് മുത്തസിൽ. അടുത്ത മുൻഫസിൽ. മദ്ദക്ഷരത്തിൻ്റെ ഉടനെ അടുത്ത കലിമത്തിൽ ആദ്യക്ഷരമായി ഹംസ വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ്. ഉദാഹരണം: ലാ എന്ന മദ്ദക്ഷരവും അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസ. അഅ്ബുദു. ഇർജിഇ ഇല. ഈ എന്നതിനെ നീട്ടുന്നു, അതിൻ്റെ അടുത്ത കലിമത്തിൽ ഇല. തൂബൂ ഇലല്ലാഹ്. ബൂ എന്ന വാവ് കൊണ്ട് നീട്ടുന്നു, അടുത്ത കലിമത്തിൻ്റെ ആയത്തിൽ ഹംസയും വന്നു. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത മദ്ദുൽ ലാസിം. മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്ത് സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ് ലാസിം. അത് ലാസിം ഹർഫി. ഹർഫുകളിൽ ഉണ്ടാകുന്നത് ലാസിമായ മദ്. അതായത് നൂൻ, യാസീൻ, അലിഫ്ലാമീൻ ഹർഫ് അക്ഷരങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതാണ് ലാസിം ഹർഫി. അടുത്തത് ലാസിം കലിമി. കലിമത്തുകളിൽ ഉണ്ടാകുന്ന ലാസിമായ മദ്. കലിമത്തുകൾ. ഉദാഹരണം: അൽ ഹാക്ക. ഹാക്ക. ഹ എന്ന മദ്ദക്ഷരത്തിന് ശേഷം ക എന്ന ശബ്ദമുള്ള അക്ഷരം വന്നത് എന്താണ്? ക്ക് സുക്കൂനുള്ളൊരക്ഷരവും ഹർക്കത്തുള്ള ഫതഹ ഉള്ള ഒരു അക്ഷരവും ക്ക് ക എന്നത് ചേർന്നാണ് ശബ്ദമുള്ളൊരക്ഷരം ഉണ്ടാകുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ മദ്ദക്ഷരത്തിന് ശേഷം സ്ഥിരമായ സുക്കൂൻ അവിടെ ഉണ്ട്. മനസ്സിലാക്കുക. അതാണ് കലിമത്ത്. ഒരു അക്ഷരമല്ല, ഇതൊരു വേർഡ്സാണ്. 3-4 പദങ്ങൾ കൂടിയൊരു വാക്കാണ്. അതാണ് കലിമത്ത് എന്ന് പറയുമ്പോൾ. അതാണ് കലിമത്തുകൾ വരുന്നതാണ് ലാസിം കലമി.
വലല്ലോലീൻ. ല് പ്ലസ് ല, മദ്ദക്ഷരത്തിന് ശേഷം ല് പ്ലസ് ല. വസ്സോഫാത്തി, സോ ഫ, ഫ് പ്ലസ് ഫ, ശബ്ദമുള്ള അക്ഷരം വന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയാലൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന മദ്ദുകളാണിതൊക്കെ. അടുത്തതെന്താണ്? മദ്ദുൽ ആരിൽ, മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂന് വന്നാൽ ഉണ്ടാകുന്ന മദ്. മദ്ദുൽ ആരിൽ മദ്ദക്ഷരത്തിന് ശേഷം വഖഫ് കാരണമാണ് സുക്കൂന് വരുന്നത്, അപ്പോൾ ഉണ്ടാകുന്ന മദ്ദാണ്. വഖഫ് കാരണം നമ്മൾ കൂടുതൽ നീട്ടി നിർത്തുന്നു. അല്ലമൽ ഖുർആൻ, ഖുർആനും കരീം, കരീം, മുത്തഹറൂൻ. അങ്ങനെ വഖഫ് കാരണം പുതുതായിട്ട് സുക്കൂന് വരികയാണ്. അതാണ് ആരിലായ സുക്കൂന്. പുതുതായി സുക്കൂന് വരുന്നതിനാണ് ആരിലായ സുക്കൂന്. അപ്പോൾ ഇവിടെ മദ്ദുൽ ആര് മനസ്സിലാക്കുക. അടുത്ത അതുപോലെ തന്നെ മദ്ദുൽ ലീനും. അത് ലീനക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂന് വന്നു. ലീനക്ഷരത്തിന് ശേഷം ഖുറൈഷ്, ലീനക്ഷരത്തിന് ശേഷം, ലീനക്ഷരത്തിന് മുമ്പ് ഫതഹ വരണം. സുക്കൂനുള്ള യാവും വാവുമാണ് ലീനക്ഷരം. സുക്കൂനുള്ള യാവും സുക്കൂനുള്ള വാവുമാണ് ലീനക്ഷരം. അതിന് മുമ്പ് ഫതഹ കൂടി വരണം. ഫതഹയുടെ ഉടനെ വരുന്ന സുക്കൂനുള്ള വാവും യാവുമാണ് ലീനക്ഷരം. അപ്പോൾ ഖുറൈഷ്, റാക്ക് ഫതഹ്, അതിന് ശേഷം യാ വന്നു. വഖഫ് കാരണം ഇവിടെ സുക്കൂനും വരുന്നു. ഖുറൈഷ്, ലീനക്ഷരത്തിന് ശേഷം വഖഫ് കാരണം സുക്കൂന് വരുന്നു. വസ്സൈഫ്, വസ്സൈഫ്, സ്വാദിന് ഫതഹ്, ലീനക്ഷരം ഫ് എന്ന് ഫാഇന് സുക്കൂന് വരുന്നു. വസ്സൈഫ്. ഹാദൽ ബൈത്ത്, ബൈത്ത്, ബാഇന് ശേഷം, ബാഇന് ഫതഹ്, ബാഇന് ശേഷം സുക്കൂനുള്ള യാ, വഖഫ് കാരണം സുക്കൂനും വരുന്നു. മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മദ്ദുകളെ മനസ്സിലാക്കി പഠിക്കുക. മദ്ദുകളെ കുറച്ച് 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് എഴുതാം. ഉദാഹരണങ്ങളൊക്കെ ചേർക്കാവുന്നതാണ്. അടുത്ത ഇനി തഹ്സീസ് ആണ്. സൂറത്തുൽ ഫതഹ്, അൽ ഹുജറാത്ത്, ഈ 2 സൂറത്തും മദ്ദുൽ അസ്ലിയും ഫർഇയൊക്കെ മനസ്സിലാക്കി ഓതാനാണ്. പിന്നെ നമ്മളിതുവരെ പഠിച്ച ഹിഫ്ലിൻ്റെ സൂറത്തുകളും ദിക്റുകളൊക്കെ ഒന്ന് ആവർത്തിച്ച് പഠിക്കാനാണ് പറയുന്നത്. മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ ദഫ്തർ തോലിബ് നോക്കാം. എന്താണ് നമുക്ക് ഇതിൻ്റെ വർക്കിൽ തന്നത്? താഴെ തന്ന സൂറത്ത് ഓതിയിട്ട് അതിലുള്ള മദ്ദുകളൊക്കെ വേർതിരിക്കാനാണ്. എന്നിട്ട് നമുക്കിവിടെ അവസാനത്തിൽ തന്നിട്ടുണ്ട് ഈ ബോക്സിലേക്ക് എത്ര മുത്തസിലുണ്ട്, മുൻഫസിലുണ്ട്, ആരിലുണ്ട്, ലാസിമുണ്ട്, ലീനുണ്ട്, മുത്തതരീക്കുണ്ട്, എണ്ണി എഴുതാം. അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്താം. എണ്ണി എഴുതുന്നതൊക്കെ നിങ്ങൾ എഴുതണം. അപ്പോൾ അത് മനസ്സിലാക്കാം. നമുക്കൊന്ന് ഫസ്റ്റ് മുതൽ നോക്കി വരാം. അപ്പോൾ ഇവിടെ അസ്ലിയായ മദ്ദുകൾ വരുന്നുണ്ട്. നമുക്ക് അസ്ലിയായ മദ് അടയാളപ്പെടുത്താനില്ല. മനസ്സിലായില്ല? കാല, ഇബ്രാഹീമു എന്നൊക്കെ അസ്ലിയായ മദ് കൊണ്ടാണ് വരുന്നത്. നമുക്ക് മുത്തസില് മുൻഫസില് ഒക്കെ നോക്കാം. ഇന്നി അറാക്ക, ഇവിടെ എന്താ വന്നത്? മുൻഫസിൽ വന്നു. മുൻഫസിൽ എണ്ണി എഴുതിയൊക്കെ കേട്ടാ. മുൻഫസിൽ. പിന്നെന്താണ്? മുബീൻ, മുബീൻ എന്നിടത്ത് ആരിൽ വന്നു. ആരിൽ. നുരി ഇബ്രാഹീമ. മുൻഫസിൽ, മുൻഫസിൽ മനസ്സിലാക്കാം. അടുത്തതാ എന്താണ് വരുന്നത്? മൂക്കിനീൻ, ആരിൽ. അടുത്ത ഇവിടെ നമുക്ക് കൗക്കബ, സീലാവുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ചേർത്തി ഓതലാണ് നല്ലത്. പക്ഷേ ഇവിടെ നമ്മൾ നിർത്തേണ്ടി വരികയാണെങ്കിൽ അവിടെ കൗക്കബ എന്ന് വന്ന് നിർത്തുകയാണെങ്കിൽ അസ്ലിയായ മദ്ദിലാണ്. മദ് മുത്തതരിയൊക്കെ നമുക്ക് അവിടെ അടയാളപ്പെടുത്താം. പക്ഷെ ചേർത്തി ഓതലാണ്. അതേപോലെ തന്നെ റബ്ബി, അതൊക്കെ അസ്ലിയായ മദ്ദിലാണ് നമ്മൾ വഖഫ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കുക. അടുത്തെന്താണ്? ആഫിലീൻ, ആരിൽ. ആരിലാണ്. റബ്ബി നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കുക. ഫലമ്മ ഫല, മദ്ദശ്രവും അടുത്ത കലിമത്തിൽ അംസയും. മുൻഫസിൽ, മുൻഫസിൽ മനസ്സിലാക്കുക. അതുപോലെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഫലമ്മ ഫല. അപ്പോൾ അത് രണ്ടും മുൻഫസിലാണ്. മനസ്സിലാക്കുക. അടുത്തെന്താണ്? ലോലീൻ, ലോലീൻ ലാസിമാണ്.
മദ്ദിൽ ലാസിം കലമിയാണ്. അപ്പം നമുക്ക് ലാസിം എന്നതിലേക്ക് ലോലീൻ എന്നത് എഴുതാം. പിന്നെ അവിടെ വഖഫ് കാരണം മദ്ദുൽ ആരിളും വരുന്നുണ്ട്, മനസ്സിലാക്കുക. പിന്നെന്താണ് ഹാദാ അക്ബറു മുൻഫസിൽ, ഹാദാ അക്ബറു മുൻഫസിൽ, ഫലമ്മാ അഫൽത്തു മുൻഫസിൽ, ബരീഉൻ ഒരേ കലിമത്തിലാണ് മദ്ദശ്രും ഹംസയും വന്നത്. അപ്പോൾ അവിടെ മുത്തസിൽ മനസ്സിലാക്കുക. പിന്നെന്താണ് വമാ അന മുൻഫസിൽ, മുശ്രിക്കീൻ ആരിൽ, ഹാജഹു എന്താണ് ലാസിം മദ്ദശ്രവും സ്ഥിരമായ സുക്കൂന് ജി ജ, മനസ്സിലാക്കുക. ലാസിം കലമി, അപ്പോൾ ലാസിം നമുക്ക് അവിടേക്ക് എഴുതാം. അടുത്ത എന്താണ് തുഹാജൂനി, ഇവിടെ 2 സ്ഥലത്ത് വരുന്നുണ്ട്, മനസ്സിലാക്കുക. അവിടെ 2 സ്ഥലത്തും ലാസിം വരുന്നുണ്ട്. ലാസിം കലമിയാണ്. തുഹാജൂനി ഇതിൻ്റെ അവിടെയും വന്നു, ജൂ എന്ന സ്ഥലത്തും വന്നു, മനസ്സിലാക്കുക. ലാസിം ആണ് കേട്ടോ. അടുത്തത് എന്താണ് വലാ അഹാഫു മുൻഫസിലാണ്. ബിഹി ഇല്ല മുൻഫസിൽ, ഇല്ലാ അൻ മുൻഫസിൽ, യശാ മുത്തസിൽ ഒരേ കലിമത്തിൽ, യശാ മുത്തസിലാണ്. വഖഫ് കാരണം ആരിള്, മാ അഷ്റക്ക മുൻഫസിൽ, അതുപോലെ ഹാദാനി ഇവിടെ ഹാദ എന്ന് പറഞ്ഞ് നമ്മളിവിടെ നിർത്തുക, വക്കത് ഹാബ. അപ്പോൾ ഇവിടെ ഹാദ എന്ന് പറയുമ്പം മുത്തരീക്കിലേക്കാണ് നമ്മൾ, ജീം എന്ന് പറഞ്ഞാൽ നിർത്താമെന്നാണ്. അപ്പോൾ അവിടെ മുത്തരീക്കിന് നമുക്ക് അടയാളിടാവുന്നതാണ്. അതുപോലെ ഇൽമ അത് മുത്തരീക്ക് നിർത്തുകയാണെങ്കിൽ മുത്തരീക്കാണ്. ഷൈഅ മനസ്സിലാക്കട്ടോ. സുൽത്താന ആരിൽ. അപ്പം അത്രയാണ് ഞാനിതിൽ കണ്ടത്. അപ്പോൾ നിങ്ങൾ മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അടയാളപ്പെടുത്തി ഇതിലേക്ക് എണ്ണി എഴുതുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഫരീഖൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വഖഫ് ചെയ്ത് വീണ്ടും നമ്മൾ മുന്നിന്ന് ഫരീഖൈനി എന്നൊക്കെ ഓതുകയാണെങ്കിൽ ഫരീഖൈൻ എന്നുള്ളത് ഇവിടെ എന്താവും, മദ്ദുല്ലീനാവും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുമ്പോഴാണ് അതൊക്കെ നമുക്ക് ഇതിലേക്ക് അടയാളപ്പെടുത്തി എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫരീഖൈൻ എന്നുള്ള ലീനാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ വഖഫ് കാരണം സുക്കൂന് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഖിറാഅത്തിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ലീന് വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇവിടെ അതുപോലെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ആണ് പറയുന്നത്. ഫതഹയുടെ ശേഷം സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്. വഖഫ് കാരണം ഇവിടെ സുക്കൂന് വരും. അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ അത് നമുക്കിതിൽ ഉദാഹരണമായിട്ട് പറയാൻ പറ്റൂല. അതൊക്കെ ഖിറാഅത്തിൽ വരുന്ന എല്ലാവരും ചേർത്തി ഓതു, വഖഫ് ചെയ്യാം, പലരും വഖഫ് ചെയ്യാം. ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഖിറാഅത്ത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്ത എന്താണ് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. മദ് ഫർഇ എത്ര ഇനം, ഏതെല്ലാം? മദ് ഫർഇ 5 ഇനാണ്. ഏതൊക്കെയാണ് ഇവിടെ നോക്കിയിട്ട് എഴുതിക്കോളി. 5 ഇനം: മുത്തസില്, മുൻഫസില്, ആരില്,
ലാസിം, ലീന്. അങ്ങനെ 5 മുത്തസിൽ, മുൻഫസിൽ, ആരിദ്, ലാസിം, ലീന്. ഇത്രയാണ്. മുത്തതരിക്ക് അതിലുള്ളതല്ല, അത് അസ്ലിയിലുള്ളതാണ്, ഫറയിലുള്ളതല്ല. അപ്പോൾ അത് മനസ്സിലാക്കി 5 അവിടെയൊക്കെ എഴുതുക. അപ്പോൾ 4ാം ക്ലാസ് അഹ്കാമു തജ്വീദിൽ ഇത്രയും പാഠഭാഗങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഹൽക്കി സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീഡിയോസ് ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറയുന്നതിലൊക്കെ വിട്ടുപോകും, അത് കട്ട് ചെയ്യാനൊക്കെ വിട്ടും പോകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അറിയിക്കുക. നമുക്ക് വീഡിയോ മാറ്റിയിടേണ്ട വലിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി ചെയ്യണം. അപ്പോൾ എല്ലാവരും അറിയിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.